ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമുക്ക് ബ്രെഡും പഴവും കൊണ്ട് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നാല് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരമുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി ചിരകിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പഴം വഴറ്റി കൊടുക്കാനായിട്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പഴം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അധികം മധുരം ആവശ്യമില്ല. ഒരു മീഡിയം മധുരത്തിലുള്ള ഒരു പലഹാരമാണിത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുക. ഇതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് അതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ആ ബ്രൗൺ കളറിലുള്ള സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കോല് കൊണ്ട്, ചപ്പാത്തി പരത്തുന്ന കോല്, റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതൊരു തിക്നെസ് ഉള്ള ഒരു റൊട്ടി പോലെ ഒരു കഷ്ണമായി മാറും. ബ്രെഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ബ്രെഡുണ്ട്. ചില ബ്രാൻഡിൻ്റെയൊക്കെ ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞങ്ങ് പോവും. അങ്ങനത്തെ ബ്രെഡ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പരത്തുമ്പോൾ അത് പൊടിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ നല്ല ബ്രെഡ് നോക്കി വാങ്ങിക്കുക. ഇനി നമുക്ക് പരത്തി കഴിഞ്ഞാൽ ഓരോന്നിലേക്കും 1 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡെല്ലാം ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് എല്ലാം റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാം റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഓരോ റോളും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഒരുപാട് സമയം ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബ്രെഡും പഴവും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.